ാണ് ഇ.പി. ജയരാജന് പ്രതിപക്ഷ നേതാവിന്റെ വക്കീൽ നോട്ടീസ്. മാർച്ച് 20-ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇ.പി. ജയരാജൻ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളിലാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. പ്രസ്താവന 7 ദിവസത്തിനകം പിൻവലിച്ച് ഇ.പി. ജയരാജൻ പരസ്യമായി മാപ്പ് പറയണം എന്നതാണ് ആവശ്യം. അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങളുമായി. അമൽ, പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണമെന്ന നിയമ നടപടിയിലേക്ക് പ്രതിപക്ഷ നേതാവ് കടന്ന സാഹചര്യം എന്താണ്? ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം തന്നെ ഇ.പി. ജയരാജനും തമ്മിൽ ചില ഇടപാടുകളുണ്ട് എന്നുള്ള തരത്തിൽ ചില വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇരുവരുടെ കുടുംബാംഗങ്ങൾ നിൽക്കുന്ന ഈ രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കമുണ്ട് എന്നുള്ളതൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഈ വിഷയത്തിൽ ഇ.പി. ജയരാജൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചാണ് പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകിയത്. ആ മറുപടിയിൽ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിനെതിരെ ഇ.പി. ജയരാജൻ ഉന്നയിച്ചിരുന്നു. ഈ വ്യാജ വീഡിയോ നിർമ്മിക്കുന്നയാളാണ് വി.ഡി. സതീശൻ. അതോടൊപ്പം തന്നെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് വി.ഡി. സതീശന് വലിയ തോതിൽ പണം കിട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇ.പി. ജയരാജൻ പറഞ്ഞിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇ.പി. ജയരാജനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. അനു വി. നായർ മുഖേനയാണ് ഹൈക്കോടതിയിൽ വക്കീൽ നോട്ടീസ് ഫയൽ ചെയ്തത്. എന്തായാലും ഈ 10 ദിവസത്തിനകം ഈ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് വി.ഡി. സതീശൻ്റെ ആവശ്യം. അല്ല എങ്കിൽ ക്രിമിനൽ സിവിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നുള്ളൊരു കാര്യം കൂടി വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഇരുവരും തമ്മിലുള്ള തർക്കം മറ്റൊരു തലത്തിലേക്ക് കൂടി കടക്കുന്നു, ഒരു നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെക്കുറിച്ച് വിശദീകരിച്ചത്.